നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും ഈ ലോകത്തിനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ, ഹെൽപ്പ്, നമ്മളെ തന്നെ ബെറ്റർ ആക്കുക എന്നതാണ്. മൈൻഡ് പ്ലസ് എന്ന പ്രസ്ഥാനം നമ്മളെ അതിനായി ഒരുപാട് ഒരുപാട് സഹായിക്കുന്നു. മൈൻഡ് പ്ലസ് നമുക്ക് നൽകുന്നത് ഒരു ഇന്നർ സ്ട്രെങ്ത് ആണ്. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഡെയിലി സെഷൻസിലൂടെ തിരിച്ചറിവുകൾ, എത്രയെത്ര അനുഭവങ്ങളാണ് നമ്മളിവിടെ ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഗുരുക്കന്മാരായ ജോർജ് സാറിനും ഉണ്ണികൃഷ്ണൻ സാറിനും ഒരിക്കൽ കൂടി പ്രണാമം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷനിലേക്ക് പോകാം. വിജയ് എന്ന ഒരു യുവാവ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂളിലും കോളേജിലും സ്പോർട്സിലും ഹയർ സ്റ്റഡീസിലും ഒന്നും അദ്ദേഹത്തിന് വലിയ ഒരു താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ വിജയിന് ഒരു ആഗ്രഹം തീവ്രമായി ഉണ്ടായിരുന്നു: സിനിമ. സാമ്പത്തികം കുറവായതുകൊണ്ടും കുടുംബത്തിന്റെ കാര്യം ഓർത്തും അദ്ദേഹം ഒരു സ്ഥിര ജോലിക്ക് വിജയ് പെട്ടെന്ന് കയറേണ്ടി വന്നു. അങ്ങനെ നാളുകൾ പോയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം വരുമാനം കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്ന് തോന്നി അദ്ദേഹം ദുബായിലേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോയി ജോയിൻ ചെയ്തു. കിട്ടിയ ജോലി ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം ചെയ്തു. അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു. പക്ഷേ ഒരു നടനാകണം എന്ന ആഗ്രഹം ഓരോ ദിവസവും അത് അദ്ദേഹത്തിന് കൂടിക്കൂടി വന്നു. ജോലി കഴിഞ്ഞ് ഒരു ദിവസം വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു TV ഷോറൂം കണ്ടു. അതുവഴി അദ്ദേഹം പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു TV-യിൽ ലോറൽ ഹാർഡി കാർട്ടൂൺ ഓടിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഹാർഡി എന്ന ക്യാരക്ടർ ഒരു സീനില് ഐ എം ബേർഡ്, ഐ എം ബേർഡ്, ഐ എം എ ബേർഡ്, ഐ എം എ ബേർഡ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ആ ക്യാരക്ടർ ഒരു ബേർഡായി മാറുന്നു. ഈ ഒരു ഇൻസിഡന്റ് എന്തോ ഒരു വിളി പോലെ വിജയന് തോന്നി. ഒരു ഒരു ഒന്ന് ഉണർത്തുന്ന പോലെ അദ്ദേഹത്തിന് തോന്നി. വീട്ടിലേക്ക് തിരിച്ചെത്തിയ വിജയ് അന്നു മുതൽ ഞാനൊരു ആക്ടറാണ് എന്ന് പറയുമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. അഭിനയിക്കാനുള്ള സാഹചര്യങ്ങൾ ഒന്നും കാണുന്നില്ല. വിളിയൊന്നും വരുന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിജയ് കുറച്ചുകൂടി ഡീറ്റെയിൽഡായി ഞാൻ നല്ലൊരു ആക്ടറാണ് എന്ന് പറയാൻ തുടങ്ങി. പിന്നീട് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോൾ വിജയ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. നമ്മളൊരു കാര്യം തീവ്രമായി ആഗ്രഹിച്ചാൽ ഈ പ്രപഞ്ചം അതിനായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കും എന്ന പൗലോ കൊയ്ലോയുടെ വാക്കുകൾ പോലെ പ്രപഞ്ചം വിജയ്ക്ക് വലിയൊരു സമ്മാനം തന്നെയാണ് നൽകിയത്. പിന്നീട് സൗത്ത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന നടനായി മാറി വിജയ് സേതുപതി. ഇതൊരു കഥയല്ല, ഇതൊരു റിയൽ സ്റ്റോറിയാണ്. Our words and feelings are creative forces that build the bridge between thoughts and reality. നമ്മുടെ ചിന്തകൾക്കും യാഥാർത്ഥ്യത്തിനും ഇടയിൽ ഒരു പാലം പോലെ പ്രവർത്തിക്കുന്ന സൃഷ്ടിപരമായ ശക്തികളാണ് വാക്കുകളും വികാരങ്ങളും. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മൊമെന്റിലും നമ്മൾ ഈ പ്രപഞ്ചത്തോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നാവുകൊണ്ട് മാത്രമല്ല, നമ്മുടെ ചിന്തകളും ഇമോഷൻസും വിശ്വാസങ്ങളും കൊണ്ട്. ഇവിടെ നേരത്തെ കേട്ട സ്റ്റോറിയിലും അതുതന്നെയായിരുന്നു. ഒരു നടൻ ആകണമെന്ന തോട്ട്സിൻ്റെയും റിയാലിറ്റിയുടെയും ഇടയിൽ ഉണ്ടായിരുന്നത് ഒരു സ്ട്രോങ് അഫർമേഷൻ ആയിരുന്നു. ആ ഒരു ഫീല് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വാക്കുകൾ അത് നമ്മളോട് സൈലൻ്റായി പറയുന്നതാവാം, അല്ലെങ്കിൽ ഉറക്കെ ഈ ലോകത്തിനോട് പറയുന്ന ശബ്ദങ്ങളാവാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ നമ്മുടെ കമാൻഡാണ്, നമ്മുടെ സ്ക്രിപ്റ്റാണ് എന്ന് തന്നെ കരുതും. ഫ്ലോറൻസ് കോവൽ ഷിന്ന് അവരുടെ പുസ്തകത്തിൽ ദ ലോ ഓഫ് ദ വേർഡിൽ പറയുന്നു, നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, അതിന് ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ല. ചെറിയ തമാശ പോലും അത് സീരിയസ് ആയി എടുക്കും. ഫോർ എക്സാമ്പിൾ, എൻ്റെ അടുത്ത് 10 പൈസ ഇല്ല, എന്തൊരു മണ്ടനാണ് ഞാൻ, എന്തൊരു മണ്ടിയാണ് ഞാൻ, ഇങ്ങനത്തെ സില്ലി തമാശകൾ പോലും അത് സീരിയസ് ആയി എടുക്കും. അത് വിചാരിക്കും ഇത് സീരിയസ് ആണെന്ന്. ഫ്ലോറൻസ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പറയുന്ന വാക്കുകൾ ഒന്നും എഡിറ്റും ഡിലിറ്റും ചെയ്യില്ല. അതിനറിയില്ല
നമ്മൾ തമാശ പറയുകയാണോ സീരിയസ് ആയി പറയുകയാണോ ഒന്നും അതിന് അറിയില്ല. വാട്ട് എവർ യു സെർച്ച് ഫോർ യു വിൽ ബി ഗ്രാൻറ്റഡ്. നമ്മൾ എന്താണോ തിരയുന്നത് അത് നമ്മുടെ അടുത്ത് വന്നെത്തും. നമ്മുടെ വേർഡ്സ് എന്താണോ യു വിൽ ബി ഗ്രാൻറ്റഡ്. നമ്മുടെ ഇന്നത്തെ സെഷൻ യുവർ വേർഡ് ഈസ് യുവർ വാണ്ട്. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ മാന്ത്രിക വടി. ജോസഫ് മുർഫിയുടെ വളരെ ഫേമസ് ആയ വാചകമുണ്ട്. യുവർ സബ്കോൺഷ്യസ് മൈൻഡ് ഈസ് ലൈക്ക് ഫെർട്ടിൽ സോയിൽ, ഇറ്റ് ആക്സെപ്റ്റ്സ് എനി സീഡ് യു പ്ലാന്റ്, ഗുഡ് ഓർ ബാഡ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മളിവിടെ സീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് വേർഡ്സ് ആൻഡ് ഫീലിങ്സ് ആണ്. നമ്മുടെ വാക്കുകൾക്ക് ക്രിയേറ്റീവ് പവർ ഉണ്ട്. അതിന് യാഥാർത്ഥ്യത്തെ സൃഷ്ടിക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മുടെ വികാരങ്ങളെ അത് സ്വാധീനിച്ച് നമ്മൾ എന്താണോ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്, അതിനെ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു. എല്ലാവരുടെയും വാക്കുകളും ഫീലിങ്സും ആ പ്രപഞ്ചം കേൾക്കുന്നു. The universe listens to all. It listens to everything. Whatever you talk, whatever you wish will manifest into reality. Words are vessels of energy. വാക്കുകൾ ഊർജപാത്രങ്ങളാണ്. അവ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. നന്മയുടെ വിത്ത് നടുന്നതും നെഗറ്റിവിറ്റിയുടെ റിപ്പിൾസ് ഉണ്ടാക്കുന്നതും ആ ഊർജത്തിന്റെ നേച്ചർ അനുസരിച്ചിട്ടാണ്. നമ്മുടെ വാക്കുകളെ കമ്പാഷൻ നിറഞ്ഞതും സ്നേഹം നിറഞ്ഞതും റെസ്പെക്റ്റും വിശ്വാസവും പോസിറ്റിവിറ്റിയും നിറഞ്ഞതാണെങ്കിൽ ആ വാക്കുകളുടെ ഉറവിടം നമ്മുടെ നാവിൽ നിന്നല്ല, നമ്മുടെ ഹൃദയത്തിൽ നിന്നുമായിരിക്കണം. വാക്കുകൾ നമ്മുടെ ഇന്നർ സ്റ്റേറ്റ്, ആന്തരിക അവസ്ഥയുടെ ഒരു എക്കോ ആണ്. നമ്മുടെ വാക്കുകൾ ആന്തരിക അവസ്ഥയുടെ ഒരു എക്കോ ആണ്. സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഗാന്ധിജിയെ സംസാരിക്കാൻ ക്ഷണിച്ചിരുന്നു. എല്ലാവരും ഞെട്ടിപ്പോകുന്ന രീതിയിൽ ഗാന്ധിജി 2 മണിക്കൂർ നേരം നോൺ സ്റ്റോപ്പ് ആയി സംസാരിച്ചു. അതും വിത്തൗട്ട് എനി നോട്ട്സ് ഓർ പ്രിപ്പറേഷൻ. സ്പീച്ച് കഴിഞ്ഞതും എല്ലാവർക്കും അറിയേണ്ടത് ഒന്നായിരുന്നു: എങ്ങനെ ഗാന്ധിജി ഇത്രയും നേരം ഒരു നോട്ട്സും ഇല്ലാതെ സംസാരിച്ചതെന്ന്. ഗാന്ധിജിയുടെ സെക്രട്ടറി മാധവ് ദേശായി അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ ദേശായി പറഞ്ഞത്, ഹി സ്പീക്സ് ഫ്രം ഹിസ് ഹാർട്ട് ആൻഡ് നോട്ട് ഫ്രം പേപ്പർ. അദ്ദേഹം ഹൃദയത്തിൽ നിന്നുമാണ് സംസാരിക്കുന്നത്, പേപ്പറിൽ നിന്നുമല്ല. അദ്ദേഹത്തിന് എന്താണോ ഫീൽ ആകുന്നത് അത് അദ്ദേഹം പറയുന്നു. എന്താണോ പറയുന്നത് അതുപോലെ അദ്ദേഹം പ്രവർത്തിക്കുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് മുന്നിലുള്ളവരെ കൺവിൻസ് ചെയ്യാനല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള സത്യത്തിനെ വെളിപ്പെടുത്താൻ മാത്രമാണ്. ആ സമയത്ത് ഇംഗ്ലണ്ടിലുള്ള അപ്പോഴത്തെ MP-മാർ പറഞ്ഞത്, ഇത്രയും ഡീപ്പ് മോറൽ അതോറിറ്റിയും ഇന്നർ സ്ട്രെങ്തോടുകൂടി സംസാരിക്കുന്ന ഒരാളെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. Words are simply the echo of your inner state. വാക്കുകൾ നമ്മുടെ ആന്തരിക അവസ്ഥയുടെ പ്രതിധ്വനി മാത്രം. എന്താണ് നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ഇപ്പോൾ? എന്തിനെ അട്രാക്ട് ചെയ്യാനുള്ള മാഗ്നറ്റ് ആണ് നമ്മുടെ ഉള്ളിൽ ഇപ്പോഴുള്ളത്? എങ്ങനെയാണ് നല്ല ഒരു ഇന്നർ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്? നിങ്ങളുടെ ആന്തരിക അവസ്ഥ, ഇന്നർ സ്റ്റേറ്റ്, നിങ്ങളുടെ ഓരോ വാക്കും പ്രവൃത്തിയും രൂപപ്പെടുത്തുന്ന നിശബ്ദ ശക്തിയാണ്. ഇവിടെയാണ് സെൽഫ് ടോക്കിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ എങ്ങനെയാണോ നമ്മളോട് സംസാരിക്കുന്നത് അതുപോലെ ആയിരിക്കും നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് ഉണ്ടാകുന്നത് അഥവാ സെറ്റാകുന്നത്. അത് നന്മയും സ്നേഹവുമുള്ള വാക്കുകളാണെങ്കിൽ നമ്മുടെ ഇന്നർ സ്റ്റേറ്റ് പീസ്ഫുൾ ആൻഡ് ലവിങ് ആയിരിക്കും. നമ്മുടെ ഹൃദയം ശാന്തമാകുമ്പോൾ നമ്മുടെ വാക്കുകൾ സ്നേഹമുള്ളതാകുന്നു, നന്മയുള്ളതാകുന്നു. What I see and experience outside is a clear reflection of what is inside me. നമ്മൾ പുറത്ത് എന്താണോ കാണുന്നതും അനുഭവപ്പെടുന്നതും അത് നമ്മുടെ ഇന്നർ സ്റ്റേറ്റിന്റെ റിഫ്ലക്ഷൻ ആണ്.
ദ മാനിഫെസ്റ്റേഷൻ മെക്കാനിസം പ്രകാരം സെൽഫ് ടോക്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ ബിലീഫായി, വിശ്വാസങ്ങളായി മാറുന്നു. നമ്മുടെ വിശ്വാസങ്ങൾ ഊർജവും ഇമോഷൻസും ഉണ്ടാക്കുന്നു. അത് നമ്മുടെ വൈബ്രേഷണൽ സിഗ്നേച്ചറായി മാറുന്നു. ആ വൈബ്രേഷനാണ് അതിൻ്റെ തുല്യമായ എക്സ്റ്റേണൽ റിയാലിറ്റീസിനെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്, മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ, അവർ വേർഡ്സ് ബിക്കം അവർ വേൾഡ് ബിക്കോസ് ദേ ഫസ്റ്റ് ബിക്കം അവർ എനർജി. നമ്മുടെ വാക്കുകൾ നമ്മുടെ ഊർജമാണ്. ആ ഊർജമാണ് നമ്മളുടെ ലോകമായി മാറുന്നത്. നമ്മുടെ വാക്കുകളെ പ്യൂരിഫൈ ചെയ്യണം. നമുക്കും മറ്റുള്ളവർക്കും നന്മകൾ ഉണ്ടാക്കാനും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എവിടെ നിന്നുമാണ് നമ്മൾ തുടങ്ങേണ്ടത്? നമ്പർ 1, ബിഗിൻ വിത്ത് ഇന്നർ അവയർനെസ്. സ്നേഹത്തോടുകൂടി സംസാരിക്കണം എന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഒരു ചെറിയ പോസ് എടുത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ഈ പറയാൻ പോകുന്നത് സ്നേഹത്തിൽ നിന്നുമാണോ അതോ പേടി കൊണ്ടാണോ? പേടി, ദേഷ്യം, കമ്പാരിസൺ, ജഡ്ജ്മെന്റ് കൊണ്ട് വരുന്ന വാക്കുകൾ നമ്മുടെ എനർജിയെ ഡ്രെയിൻ ഔട്ട് ചെയ്യും. സൂക്ഷിക്കണം. സ്നേഹം, വിശ്വാസം, കമ്പാഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് ഉള്ള വാക്കുകൾ ഹീലിംഗ് തരുന്നതാണ്, ഹാപ്പിനെസ് തരുന്നതാണ്, മനസ്സിന് നല്ല സുഖം തരുന്നതാണ്. എല്ലാ ദിവസവും നമ്മുടെ വാക്കുകളെ നമ്മൾ നിരീക്ഷിക്കാം. അവയർനെസ് ആണ് ട്രാൻസ്ഫോർമേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്തതായി, ഫിൽ യുവർ ഇന്നർ കപ്പ് ഫസ്റ്റ്. നമ്മുടെ ഹൃദയം എംപ്റ്റി ആണെങ്കിൽ നമ്മുടെ വാക്കുകളിൽ എങ്ങനെ സ്നേഹമുണ്ടാകും? ആദ്യം നമ്മുടെ ഹൃദയത്തെ സ്നേഹം കൊണ്ട് നിറയ്ക്കണം. നമ്മൾ നമ്മളെ സ്നേഹിക്കണം. ഇവിടെയാണ് സെൽഫ് ലവിന്റെ ഇമ്പോർട്ടൻസ്. ദിവസവും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സൈലൻസ് ആയിരിക്കുന്ന സമയത്തോ അഫേം ചെയ്യാം, മൈ വേർഡ്സ് ആർ ഫിൽഡ് വിത്ത് ലവ്, മൈ വേർഡ്സ് ആർ ഹീലിംഗ്, മൈ വേർഡ്സ് ഗിവ് ഫെയ്ത്ത് ടു ഓൾ. ഇങ്ങനെയുള്ള അഫർമേഷൻസ് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ ഉള്ളിൽ ശാന്തതയുള്ളപ്പോൾ അത് വാക്കുകളിലും റിഫ്ലക്റ്റ് ആകും. അടുത്തതായി, സ്പീക്ക് വിത്ത് ഇന്റൻഷൻ, നോട്ട് റിയാക്ഷൻ. മറുപടി പറയാൻ വേണ്ടി അഥവാ തർക്കം ചെയ്ത് തോൽപ്പിക്കാൻ വേണ്ടി ഒരിക്കലും നമ്മൾ സംസാരിക്കരുത്. വാക്കുകളെ കോൺഷ്യസ് ആയി തിരഞ്ഞെടുക്കുക. സംസാരിക്കുന്നതിന് മുൻപ് നമ്മുടെ വാക്കുകളെ റൂമിയുടെ 3 ഗേറ്റ്സ് അഥവാ ബുദ്ധിസ്റ്റ് ഫിൽറ്റർ ഗേറ്റ്സ് എന്ന് പറയുന്ന ഈ 3 പരിശോധനകൾ നമ്മൾ ചെയ്യാം. നമ്പർ 1, ഞാൻ ഈ പറയുന്നത് സത്യമാണോ? നമ്പർ 2, ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകൾ കരുണയുള്ളതാണോ? നമ്പർ 3, ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകൾ അത്യാവശ്യമാണോ? ഈ ചോദ്യങ്ങൾ ഉറപ്പുവരുത്തിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വാക്കുകൾ അവയർനെസ്സിൽ നിന്നുമാണ്, അല്ലാതെ ഈഗോയിൽ നിന്നല്ല എന്ന ഒരു ഉറപ്പിക്കൽ. എക്സാമ്പിൾ, ഞാൻ പറയുന്നത് നീ എപ്പോഴും കേൾക്കില്ല. ഇത് തികച്ചും ഇമ്പൾസീവ് ടോക്കിംഗ് ആണ്, അല്ലേ? അതിനു പകരം എൻ്റെ വാക്കുകളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ അത് സഹായിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ഇന്റൻഷൻ ആൻഡ് റെസ്പെക്ട് വളരെ ക്ലിയർ ആയി റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അടുത്തതായി, യൂസ് വേർഡ്സ് ദാറ്റ് ബ്ലെസ് ആൻഡ് ഗിവ് ഫെയ്ത്ത്, നോട്ട് കേഴ്സ്. നമുക്കറിയാം വേർഡ്സ് എനർജറ്റിക് വൈബ്രേഷൻസ് ആണ് എന്ന്. എപ്പോഴും ബ്ലെസ്സിങ് ലാംഗ്വേജ് ഉപയോഗിക്കുക. എനിക്ക് സാധിക്കില്ല എന്നതിന് പകരം ഞാൻ പഠിക്കാൻ ശ്രമിക്കാം, ഞാൻ ട്രൈ ചെയ്യാം എന്ന് പറയാം. എനിക്ക് മടുത്തു എന്നതിന് പകരം ഞാൻ ഒരു പുതിയ തുടക്കത്തിന് റെഡിയാണ് എന്ന് പറയാം. പഴിചാരുന്ന വാക്കുകൾക്ക് പകരം ഹോപ്പ്ഫുൾ, പ്രതീക്ഷയുടെ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. ബ്ലെസ് ദ വേർഡ്സ് വിത്ത് ഫ്രഷ് എനർജി. വാക്കുകൾക്ക് ഊർജമാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്. ബ്ലെസ്സിങ്സ്. സേ വാട്ട് യു വാണ്ട് ടു സീ, നോട്ട് വാട്ട് യു ഫിയർ. എന്ത് കാണാനാണ് ആഗ്രഹം അത് നമുക്ക് പറയാം, അല്ലാതെ എന്ത് നടക്കാൻ പാടില്ല
എന്ന് പേടിക്കുന്ന കാര്യമല്ല നമ്മൾ പറയേണ്ടത്. അഞ്ചാമത്തതായി, ഇൻഫ്യൂസ് യുവർ ലാംഗ്വേജ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് നിറഞ്ഞ വാക്കുകൾക്കാണ് ഏറ്റവും കൂടുതൽ വൈബ്രേഷൻ. സത്യസന്ധമായി, സിൻസിയറായി നമുക്കത് ഉപയോഗിക്കാം. താങ്ക് യു ഫോർ ലിസണിങ്. ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് മൊമെന്റ്. ഐ അപ്രിഷിയേറ്റ് യുവർ എഫേർട്ട്. ഗ്രാറ്റിറ്റ്യൂഡിന്റെ മഹത്വം കൂടുതൽ നമ്മൾ പറയേണ്ടതേ ഇല്ല, ഞാനിവിടെ പറയേണ്ടതേ ഇല്ല. കാരണം ഇവിടെ മൈൻഡ് പ്ലസിൽ നമ്മൾ എന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. ഡെയിലി അറ്റ്ലീസ്റ്റ് 3 ഗ്രാറ്റിറ്റ്യൂഡ് വേർഡ്സ് എങ്കിലും നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ, താങ്ക് യു ഫോർ ദിസ് പീസ്ഫുൾ ഡേ, താങ്ക് യു ഫോർ മൈ ഹെൽത്തി ബോഡി, താങ്ക് യു ഫോർ ദ ലവ് അറൌണ്ട് മീ. ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഓരോ പ്രാവശ്യവും നമ്മുടെ അനുഗ്രഹങ്ങൾ കൂടുകയാണ് ചെയ്യുക. ഈ പ്രപഞ്ചം അതിന് തുല്യമായ അനുഗ്രഹങ്ങൾ വീണ്ടും നമ്മുടെ അടുത്ത് എത്തിക്കുകയാണ് ചെയ്യുക. ആറാമതായി, യൂസ് സൈലൻസ് ആസ് പവർ. ചില സമയം സംസാരിക്കുന്നതിനേക്കാൾ സൈലൻസ് ആയിരിക്കും ഏറ്റവും കമ്പാഷനേറ്റ്, ഏറ്റവും ഉചിതവും. സൈലൻസിന് സ്നേഹവും ക്ഷമയും കൊടുക്കാൻ സാധിക്കും. വാക്കുകൾക്ക് ശക്തിയുണ്ട്, പക്ഷെ സൈലൻസ് എന്നതിനും വളരെ പവർഫുൾ ആണ്. വാക്കുകളാണോ അതോ സൈലൻസ് ആണോ ഉചിതം എന്ന സംശയം ഉണ്ടെങ്കിൽ അവിടെ എന്താണോ സമാധാനം അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതെപ്പോഴും നന്മ തന്നെ നമുക്ക് കൊണ്ടുവരും. ഏഴാമത്തതായി, ലെറ്റ് ലവ് ബി യുവർ ലാംഗ്വേജ്. എല്ലാറ്റിനും ഉപരി ഫീൽ ലവ് ബിഫോർ യു സ്പീക്ക്. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ അത് നാച്ചുറലി നമ്മുടെ വാക്കുകളിൽ കരുണ, വിശ്വാസം, റെസ്പെക്റ്റ്, ജോയ് എല്ലാം ഉണ്ടാകും. വെൻ യു ഫീൽ കണക്റ്റഡ് ടു ലവ്, ഈവൺ എ സിംഗിൾ ഹലോ ബിക്കംസ് എ ബ്ലെസ്സിങ്സ്. സ്നേഹത്തോടെയുള്ള ഒരു സിമ്പിൾ ഹലോ പോലും ഒരു അനുഗ്രഹമായിരിക്കും. ഒരു വ്യക്തി ആഴത്തിൽ ഫീൽ ചെയ്യുന്നത് എന്താണോ, വ്യക്തമായി ചിത്രീകരിക്കുന്നത് എന്താണോ, അത് ആ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുന്നു. മാത്രമല്ല അത് എന്തായാലും വളരെ കൃത്യമായി നടപ്പിലാകുകയും ചെയ്യുന്നു. നമ്മളുടെ വാക്കുകളാണ് നമ്മുടെ മാജിക് വാർഡ്. നമ്മൾ പറയുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിലേക്ക് വൈബ്രേഷൻസ് അയക്കണം. പ്രപഞ്ചം എപ്പോഴും ശ്രദ്ധയോടെ നമ്മളുടെ വാക്കുകളുടെ ഊർജവുമായി പൊരുത്തപ്പെടുന്നതിനോടൊപ്പം നമ്മളുടെ യാഥാർത്ഥ്യത്തെ ശ്രദ്ധിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ബിക്കോസ് ദ യൂണിവേഴ്സ് ഹാസ് ഇയേഴ്സ് ആൻഡ് ഇറ്റ് ലിസൺസ് ടു ഓൾ. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം.